ഹലോ, ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ജസ്റ്റ് ലൈക്ക് എവറി ഡേ 5 എഗ്സ്, സ്റ്റീംഡ് സ്വീറ്റ് പൊട്ടാറ്റോ 100 ഗ്രാംസ്, പിന്നെ ഇതൊരു ഡ്രൈ ഫിഗ്. ഇന്ന് നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാണ് കഴിച്ചത്. അത് കഴിഞ്ഞു ഞാനൊരു സ്നാക്ക് കഴിച്ചു. ഇത് പ്രീ വർക്കൗട്ട് പോലെ ഞാൻ കഴിച്ചതാണ്. ഒരു റൈസ് കേക്ക്, 100 ഗ്രാംസ് ഓഫ് ആപ്പിൾ, ഒരു ഗ്രീൻ ടീ. ഈ താഴെ കാണുന്ന എല്ലാം എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസാണ്. ഇതെൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇത് ഈ ഫസ്റ്റ് കാണിച്ച ബുക്ക് ക്യാമലിൻ്റെ, ഇതെൻ്റെ പ്ലാനിങ് ബുക്കാണ്. നാളത്തെ കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കും. ഈ സെക്കൻഡ് ബുക്ക്, ഇത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഇത് എല്ലാ ദിവസവും ഞാൻ ചെയ്യും. ഇത് റീസെൻ്റ്ലി തുടങ്ങിയൊരു ഹാബിറ്റാണ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഇതെൻ്റെ സ്റ്റഡി ബുക്കാണ്, ഈ വലിയ ബുക്ക്. ഇതിപ്പോൾ ഞാൻ സ്പാനിഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൽ എഴുതി വച്ചേക്കണത്. ഈ പാൻഡ ബുക്ക് എൻ്റെ ബഡ്ജറ്റ് ബുക്ക് ആയിരുന്നു. ഇപ്പം ഞാനത് മാറ്റി ഈ ഫസ്റ്റ് കാണിച്ച ബുക്കിൽ എഴുതുന്ന പ്ലാൻസൊക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ നാളത്തെ പ്ലാൻസ്, നാളെ അത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നാളത്തെ ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ ആ ബുക്കിൽ എഴുതും. അങ്ങനെ ഇത് മൊത്തം എഴുതി കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു ഹാഫ് ഡേ കഴിയും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ സ്നാക്സൊക്കെ കഴിച്ചു, ജിമ്മിൽ പോയി. ഇത് പിന്നെ ഞാവൽപ്പഴം കഴിച്ചു. ഞാനൊരു പ്രീ ലഞ്ചായിട്ട് കഴിച്ചതാണ്. പിന്നെ എൻ്റെ മെയിൻ ലഞ്ച് 100 ഗ്രാംസ് ഓഫ് റൈസ് ഉണ്ട്. അത് ഞാൻ നവര അരിയാണ് യൂസ് ചെയ്യുന്നത്, റെഡ് റൈസ്. ഇത് ലോ ഇൻ കാർബ് ആൻഡ് ലോ കാലറിയാണ്, പക്ഷേ നല്ല ഫൈബർ ഉണ്ട്. 123 ഗ്രാംസ് ഓഫ് ചിക്കൻ ഉണ്ട്. അത് ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈഡ് ആണ് ഇൻ ഓയിൽ ആൻഡ് ഗീ, രണ്ട് മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ലെഫ്റ്റ് ഓവർ കറീസ്, 50 ഗ്രാംസ് ഓഫ് യോഗട്ട്. ഇതെൻ്റെ ഡിന്നറാണ്. ഒരു 2/6 പ്രോട്ടീൻ, പിന്നെ 50 ഗ്രാംസ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, ഒരു 25 ഗ്രാംസ് ഓഫ് റൈസ് ഉണ്ട്, കട്ട് മാംഗോ പിക്കിളുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാലറി ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഡിന്നറിൻ്റെ കൂടെ കഴിച്ചതാണ്. അങ്ങനെ ഇന്നത്തെ 1600 കാലറീസും 110 പ്രോട്ടീനും കിട്ടി. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ ബൈ.